ക്യൂട്ടായ കുട്ടി മോൺസ്റ്ററിന് പിന്നിൽ വളരെ സ്മാർട്ടായ ഒരു മാർക്കറ്റിംഗ് മെഷീൻ ഉണ്ട്. ലബുബുവിനെ ഈ ബ്ലൈൻഡ് ബോക്സിൽ അവതരിപ്പിച്ചപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു. മുയലിന്റെ പോലുള്ള ചെവികളും ഉരുണ്ട മുഖവും ഒരിക്കലും മറക്കാനാവാത്ത ആ ചിരിയുമുള്ള ഒരു രൂപമുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഈ പാവയെ വാങ്ങുന്നത്? അതിന്റെ ചില കളക്ഷൻസിന്റെ റീസെയിൽ പ്രൈസസ് തന്നെ 1 കോടിക്ക് മുകളിൽ വരും. വലിയ ചോദ്യം ഇതാണ്: ലബുബു നിലനിൽക്കുമോ? അതോ 90കളിൽ ട്രെൻഡിംഗ് ആയി മാറിയ പിന്നെ പെട്ടെന്ന് മറഞ്ഞുപോയ ബീനി ബേബീസ് പാവകളുടെ അവസ്ഥയാവുമോ? വളരെ സ്ട്രേഞ്ചും ക്രീപ്പിയും എന്നാൽ അതേസമയം ഇറസിസ്റ്റബിളി ക്യൂട്ടുമായ ഒരു ടോയ്. അത് വാങ്ങാൻ വേണ്ടി മാത്രം ആളുകൾ കടകൾക്ക് പുറത്ത് ഓവർനൈറ്റ് ക്യാമ്പ് ചെയ്യുന്നു. ഒരു സാധാരണ സ്കെച്ചായി തുടങ്ങി ഇന്നൊരു ഗ്ലോബൽ ഫിനോമിനനായി മാറിയ ഒരു കളിപ്പാട്ടം. അതിന്റെ ചില കളക്ഷൻസിന്റെ റീസെയിൽ പ്രൈസസ് തന്നെ 1 കോടിക്ക് മുകളിൽ വരും. നിങ്ങൾ കരുതും പോലെ ഇതൊരു ലെഗോ ടോയ്സ് അല്ല, ബാർബി അല്ല, ഫംഗോ പോപ്പ് പോലുമല്ല. പിന്നെ എന്താണ് എന്ന ചോദ്യമാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ, ലോകം മുഴുവനും ഇപ്പോൾ ക്യൂട്ടായ ഈ ഒരു രാക്ഷസ പാവയുടെ പുറകിലാണ്. എന്നാൽ ഇത് വിശദമായി നോക്കുമ്പോൾ ലൈറ്റ് കത്തുകയോ പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഈ പാവയെ വാങ്ങുന്നത്? നമ്മുടെ വീഡിയോ ഒരുപാട് പേർ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ, കൂടാതെ ഷെയർ ചെയ്യാനും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ലബുബുവിന്റെ ആരും പറയാത്ത സ്റ്റോറിയിലേക്ക് ഡീപ്പായി ഡൈവ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ മിസ്റ്റീരിയസ് തുടക്കം, ഇഗ്നീഷ്യസ് മാർക്കറ്റിംഗ്, അതിന്റെ കൾട്ട് ലൈക്ക് ഫോളോയിങ്ങിന് പിന്നിലെ സൈക്കോളജി വരെ ഞങ്ങൾ ചില സീക്രറ്റ്സും ഹിഡൻ ഫാക്ട്സും വെളിപ്പെടുത്തും. എന്തുകൊണ്ടാണ് ആളുകൾ ഈ ക്രീപ്പി ക്യൂട്ട് ജീവിയോട് ഇത്ര ഒബ്സസ്ഡ് ആയതെന്ന് ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലബുബു വെറും ഒരു ടോയ് അല്ല, അതൊരു കൾച്ചറൽ ഐക്കൺ ആണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഈ കഥ തുടങ്ങുന്നത് ഹോങ്കോങ്ങിലെ ആർട്ടിസ്റ്റായ കസിങ് ലങ്ങിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഡാർക്ക് ഫെയറി ടെയിൽ സ്റ്റൈൽ ചിത്രങ്ങൾക്ക് വലിയ ഫാൻ ബേസ് ഉണ്ട്. 2000ന്റെ തുടക്കത്തില് അദ്ദേഹം ദി മോൺസ്റ്റേഴ്സ് എന്ന പേരിൽ ഒരു ലോകം സൃഷ്ടിച്ചു. അതിൽ നിറയെ വിചിത്രമായ ജീവികളായിരുന്നു. അവയുടെ കൂട്ടത്തിൽ മുയലിന്റെ പോലുള്ള ചെവികളും ഉരുണ്ട മുഖവും ഒരിക്കലും മറക്കാനാവാത്ത ആ ചിരിയുമുള്ള ഒരു രൂപമുണ്ടായിരുന്നു. അതാണ് ലബുബു. തുടക്കത്തിൽ അത് കസിങ് ലങ്ങിന്റെ ഇലൂസ്ട്രേറ്റഡ് ബുക്സിലെ ഒരു ക്യാരക്ടർ മാത്രമായിരുന്നു, ഒരു ടോയ് ആയിരുന്നില്ല. എന്നാൽ അധികം ആർക്കും അറിയാത്ത ഒരു സീക്രട്ട് ഉണ്ട്. ലബുബുവിന് പ്രചോദനമായത് ലങ്ങിന്റെ കുട്ടിക്കാലത്തെ ഡൂഡിൽസ് ആയിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ പേടി തോന്നുമ്പോഴെല്ലാം അദ്ദേഹം വലിയ ചിരിയുള്ള രാക്ഷസന്മാരെ വരയ്ക്കുമായിരുന്നു. പേടിപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആക്കാനുള്ള അദ്ദേഹത്തിന്റെ വഴിയായിരുന്നു ആ ചിരി. ഒരു പക്ഷേ അതാണ് ലബുബുവിന്റെ യഥാർത്ഥ മാജിക്. അത് ഭയവും ആശ്വാസവും ഒരേ സമയം മുഖത്തുകൊണ്ട് നടക്കുന്നു. ഫാസ്റ്റ് ഫോർവേഡ് ടു 2016, ലങ് പോപ്മാർട്ട് എന്ന ചൈനീസ് ടോയ് കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്തു. ടോയ് ഇൻഡസ്ട്രിയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയായിരുന്നു പോപ്മാർട്ട്. അവരുടെ ബ്ലൈൻഡ് ബോക്സ് സ്ട്രാറ്റജി വളരെ ഫേമസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോയ് തിരഞ്ഞെടുക്കുന്നതിന് പകരം ഏത് ക്യാരക്ടറാണ് ഉള്ളിലുള്ളതെന്ന് അറിയാതെ ഒരു സീൽഡ് ബോക്സ് നിങ്ങൾ വാങ്ങുന്നു. ഇത് ഗാംബ്ലിങ്ങിന് സമാനമായ ഒരു സൈക്കോളജിയാണ് ഉപയോഗിക്കുന്നത്. ഓരോ ബോക്സ് തുറക്കുമ്പോഴും ഒരു ഡോപ്പമിൻ റഷ്, പിന്നെ എല്ലാം കളക്ട് ചെയ്യണമെന്ന അടങ്ങാത്ത ആഗ്രഹം. അതൊരു ത്രില്ല് തന്നെ ആയിരുന്നു. എന്നാൽ കഥ മാറുന്നത് ഇവിടെയാണ്. ലബുബുവിനെ ഈ ബ്ലൈൻഡ് ബോക്സിൽ അവതരിപ്പിച്ചപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു. ഈ ക്യുർക്കി ക്യാരക്ടർ ആരാധകരുമായി വല്ലാതെ അടുത്തു. ഒറ്റ രാത്രി കൊണ്ട് അത് പോപ്മാർട്ടിന്റെ ലൈനപ്പിലെ ഏറ്റവും ഡിമാൻഡുള്ള ഫിഗറായി മാറി. ചില കടകളിൽ ഒരു റിലീസിൽ 30 ലബുബു ഫിഗേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ ആർട്ടിഫിഷ്യൽ കേഴ്സിറ്റി ഒരു തരം ഫ്രെൻസി തന്നെ സൃഷ്ടിച്ചു. ആളുകൾ മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം ക്യൂ നിന്നു. സ്റ്റോക്ക് തീരുമ്പോൾ അവർ റീസെയിൽ മാർക്കറ്റിലേക്ക് തിരിഞ്ഞു. അവിടെ വിലകൾ ആകാശമുട്ടെ ഉയർന്നു. എന്തുകൊണ്ടാണ് ആളുകൾ ലബുബുവിനെ ഇത്രയധികം സ്നേഹിക്കുന്നത്? ഒരു കാരണം കിമോ കവായി എന്ന ജാപ്പനീസ് കൺസെപ്റ്റ് ആണ്. അതിന്റെ അർത്ഥം ക്രീപ്പി ക്യൂട്ട് എന്നാണ്. പല കളക്ടേഴ്സും ലബുബുവിനെ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഫിഗർ ആയിട്ടാണ് കാണുന്നത്. ആ വലിയ ചിരി കുസൃതി നിറഞ്ഞതായി തോന്നാമെങ്കിലും ആരാധകർക്കത് ഒരു ലോയൽ കൂട്ടുകാരനെ പോലെയാണ്. പിന്നെ തീർച്ചയായും കളക്ടേഴ്സ് സൈക്കോളജിയും ഉണ്ട്.
ബ്ലൈൻഡ് ബോക്സസിലെ അൺപ്രഡിക്റ്റബിലിറ്റി ആളുകളെ ഹൂക്ഡാക്കി നിർത്തുന്നു. ലബുബുവിന്റെ റെയർ എഡീഷൻസ് വലിയ വിലയ്ക്കാണ് റീസെയിൽ ചെയ്യുന്നത്, ചിലപ്പോൾ യഥാർത്ഥ വിലയുടെ 20 ഇരട്ടിക്ക്. ഒരു സ്പെഷ്യൽ ഗോൾഡൻ ലബുബു ഒരിക്കൽ 20,000 പൗണ്ട് അധികം വിലയ്ക്ക് വിറ്റുപോയിട്ടുണ്ട്. ലബുബു ഫീവർ പടർന്നതോടെ അതൊരു കളക്റ്റബിൾ എന്നതിലുപരിയായി മാറി. ചൈനയിൽ ലബുബു ഇപ്പോൾ യൂത്ത് കൾച്ചറിന്റെ ഭാഗമാണ്. ആരാധകർ കൺവെൻഷനുകളിൽ ലബുബുവിനെ പോലെ കോസ്പ്ലേ ചെയ്യുന്നു. ലബുബു കഫേസും പോപ്പ് സ്റ്റോറീസും ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു. ഫാഷൻ ബ്രാൻഡ്സുമായുള്ള കൊളാബറേഷൻസ് അതിനെ ഒരു സ്ട്രീറ്റ് വെയർ സിംബലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓൺലൈനിൽ ആരാധകരുടെ കമ്മ്യൂണിറ്റീസ് അവരുടെ കളക്ഷനുകൾ ട്രേഡ് ചെയ്യുകയും അൺബോക്സ് ചെയ്യുകയും അതൊരു ഹൈപ്പ് ലൂപ്പ് ക്രിയേറ്റ് ആവുകയും സ്പ്രെഡ് ആവുകയും ചെയ്യുന്നു. ചിലർ ലബുബുവിന്റെ ടാറ്റു വരെ ചെയ്യാറുണ്ട്. ഇതതിന്റെ കൾച്ചറൽ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നു. ക്യൂട്ടായ കുട്ടി മോൺസ്റ്ററിന് പിന്നിൽ വളരെ സ്മാർട്ടായ ഒരു മാർക്കറ്റിംഗ് മെഷീൻ ഉണ്ട്. പോപ്പ് മാർട്ട് മനഃപൂർവ്വം സ്റ്റോക്സ് ലിമിറ്റഡ് ആക്കി വെക്കുന്നു. ഇത് ഓരോ റിലീസിനെയും ഒരു ട്രഷർ ഹണ്ട് പോലെ ആക്കുന്നു. ഇത് ഹൈപ്പ് ഉണ്ടാക്കുന്നു. സോഷ്യൽ മീഡിയ ആ ഹൈപ്പ് പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ എത്തിക്കുന്നു. കളക്ടേഴ്സ് സ്നേഹം കൊണ്ട് മാത്രമല്ല, ലാഭത്തിനും വേണ്ടിയാണ് ഇത് വാങ്ങുന്നത്. ചിലർ ലബുബു ഒരു അസറ്റ് ആയിട്ടാണ് കാണുന്നത്. ലബുബുവിന്റെ റെയർ കളക്ഷൻ അവർ NFT മാർക്കറ്റിൽ ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു സാധാരണ ടോയിയെ ഒരു ഈവന്റ്, ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു സോഷ്യൽ ഐഡന്റിറ്റി ആക്കി മാറ്റുന്നു. വലിയ ചോദ്യം ഇതാണ്: ലബുബു നിലനിൽക്കുമോ? അതോ 90കളിൽ ട്രെൻഡിംഗ് ആയി മാറിയ പിന്നെ പെട്ടെന്ന് മറഞ്ഞുപോയ ബീനി ബേബീസ് പാവകളുടെ അവസ്ഥയാവുമോ? മാർക്കറ്റ് എക്സ്പെർട്ട് പറയുന്നത് ലബുബുവിന് കൂടുതൽ സസ്റ്റൈനബിൾ ആയ ചിലതുണ്ടെന്നാണ്. കസിൻ ലങ്ങിന്റെ ആർട്ടിസ്റ്റിക് വിഷൻ, പോപ്പ് ആർട്ടിന്റെ ക്ലെവർ മാർക്കറ്റിംഗ്, പിന്നെ പാഷനേറ്റ് കളക്ടേഴ്സിന്റെ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി. പുതിയ ഡിസൈൻസും കൊളാബറേഷൻസും വരുന്നിടത്തോളം കാലം, ആ മിസ്റ്ററിയുടെയും സ്കേഴ്സിറ്റിയുടെയും ത്രിൽ ആളുകൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ലബുബുവിന്റെ കുസൃതി നിറഞ്ഞ ചിരി എങ്ങോട്ടും പോകാൻ സാധ്യതയില്ല. ഇനി നിങ്ങൾ പറയൂ, ലബുബു വെറും ഒരു ടോയ് ആണോ, അതോ പോപ്പ് മാർട്ടിന്റെ മാസ്റ്റർ ക്ലാസ് ഇൻ മാർക്കറ്റിംഗ് ആണോ? നിങ്ങൾക്കും ലബുബു ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വിഷയം ഏത് വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അടുത്ത വിഷയമായി വരാം. ബൈ.